ഹായ് ഗൈസ്, ഐ എം ബാക്ക്. ഗൈസ്, ഇന്ന് കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ട് ആരല്ലോ ക്രിയേറ്റ് ചെയ്ത കുറച്ച് ക്രീച്ചേഴ്സിനാണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ഇത് കുറച്ച് വീഡിയോ ക്ലിപ്സ് ആണ്, പക്ഷെ ഇതിൽ എല്ലാ വീഡിയോ ക്ലിപ്സിലും ഒരു തരം പ്രത്യേക തരം എന്തെങ്കിലുമൊക്കെ ക്രീച്ചേഴ്സ് ഉണ്ടാവും. ഇത് കാണുമ്പോൾ കുറച്ച് സ്കേറി ആൻഡ് വിയേർഡ് എല്ലാം ആയിട്ട് തോന്നും, പക്ഷെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ഇങ്ങനത്തെ എല്ലാം ഇതിനും വലുതും കണ്ടതാന്നുള്ള കാര്യം എനിക്കറിയാം. എന്നാലും ഞാൻ പറയുന്നതാണ്, വളരെ വ്യത്യസ്തമായ കുറച്ച് ക്രീച്ചേഴ്സിന് ഇതിൽ കാണാൻ പറ്റും. പ്രേതം കൂതോന്നല്ല, പക്ഷെ ഒരു തരം വിയേർഡ് ആയിട്ടുള്ള ഒരു സാധനങ്ങൾ. ആരോ വാതില് തുറ. അതണ്ട തലയില് എന്തോ ഒരു സാധനം ഇങ്ങനെ നുജിക്കുന്നു എന്തോ നുജിക്കുന്ന അകത്ത് എന്തോ സാധനം. സ്പൈഡറിന്റെ തല, മനുഷ്യന്റെ ബോഡി ആനിമേഷൻ ചെയ്തിട്ട് ഉണ്ടാക്കിയ സാധനമാണ്. എഡിറ്റ് ചെയ്തിട്ട് ശരിക്കും ഒരു വിയേർഡ് ആൻഡ് സ്കേറി ആയിട്ടുള്ള എന്തോ ഒരു സാധനം പോലെ. എന്തോ സാധനം തന്നെ. ഞാൻ പറയില്ല, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളെയാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. റോഡുമലൂടെ ആരോ കാർ ഓടിച്ചെടുക്കുന്നു. പശുവാണ്. പശുവിന്റെ തല നോക്കിയേ, എന്താ പോലെ സാധനം. വായൊക്കെ ഇങ്ങനെ തുളന്നിട്ട് അതിന്റെ മുകളിൽ ഒരു കുഞ്ഞി തല. ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഓരോന്ന് ഉണ്ടാക്കി വെച്ച് നോക്കിയിട്ട് ഈ സാധനം അണ്ണാക്കെല്ലാം തോന്നിരിക്കേണ്ട മോനെ. ഈ പശുവിനെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ മിനിമ പാലും വേണ്ട, തൈരും വേണ്ട, ജീവനും കൊണ്ട് ഓടാം. അതാ ഏറ്റവും നല്ല. എന്തോ സ്റ്റെപ്പിന്റെ അടിയിൽ നിന്ന് ആരോ തലയിട്ട് നോക്കിയത്. ജമ്പ് സ്കെയർ ഒന്നല്ലല്ലോ. ജമ്പ് സ്കെയർ ആണെങ്കിൽ ജമ്പ് സ്കെയർ. ഇത് നോക്കിയാ, ഇതെന്താ സാധനം? കൊടവയറുള്ളത് എന്തോ ഒരു തലന. കുറച്ച് സൂം ചെയ്ത് കഴിഞ്ഞാല് എന്തൊക്കെയൊക്കെയോ ക്രീച്ചേഴ്സിനെ ഉണ്ടാക്കി വെച്ച് ആനിമേറ്റ് ചെയ്തിട്ട്. ഇതുണ്ടല്ലേ, ഒരു ഭയങ്കര ഒരു ഒറിജിനാലിറ്റി. അതിന് ഇരുട്, ചെടിക്ക് ചെടി, സ്റ്റെപ്പിന് സ്റ്റെപ്പ്, ഇവിടെ ചെറിയ ലൈറ്റ്, അങ്ങനെ ആക്കിയിട്ട് ഫുള്ള് നല്ല സെറ്റ് ആയിട്ട് വീഡിയോ ക്ലിപ്പ് ചെയ്തിട്ട്. ഇത് കാണുമ്പോഴേക്കും ഇത് ചെറിയ സിമ്പിൾ പരിപാടി. ഇത് ചിലപ്പോൾ ഇല്ല 10-12 ദിവസം അല്ലെങ്കിൽ ഒരു മാസം എല്ലാം എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ക്ലിപ്പ് ഉണ്ടാക്കണമെങ്കിൽ. അല്ലെ റെൻഡർ ചെയ്ത് ഓരോ സാധനം ഉണ്ടാക്കണ്ട. ഓരോരോ ഈ ചെടിയാണെങ്കിൽ, കല്ലാണെങ്കിൽ, മതിലാണെങ്കിൽ, തൂണാണെങ്കിൽ, ഇതിനെല്ലാം ഇല്ലേ നല്ല പണിയുണ്ട്. നല്ല പണി. വീഡിയോ നോക്കി എന്തൊക്കെയൊക്കെയോ വീട് സാധനങ്ങൾ. എന്തോ ഒരു ഇടിയിടി പിടിച്ച സ്ഥലത്തെ മോനെ നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിക്കേ. ഇത് 1 2 3 4 5 6 7 8 കാലുള്ള 8 കാലിയല്ല, പല്ലുണ്ട്, ചെറിയ മുടിയുണ്ട്. എന്റെ മോനെ, ഇതെല്ലാം സാധനം. അതില്ലേ പൂമ്പാറ്റനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന തോന്നുന്നുണ്ട്. കണ്ടോ? പിന്നെ പേടിക്കാനൊന്നുമില്ല. ഇതൊന്നും ഒരിക്കലും റിയൽ ലൈഫിലൊന്നും വരാൻ പോകുന്നില്ല. ഇത് ഇങ്ങനത്തെ എന്തെല്ലോ ക്രീച്ചേഴ്സിന് ഇങ്ങനെ ഉണ്ടാക്കി ഇതൊന്നും ഒരിക്കലൊക്കെ റിയൽ ലൈഫിലൊന്നും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഒരു പ്രശ്നമില്ല, ഒന്നും കൊണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ടൈറ്റൺ ആണോ? എമ്മാതിരി ടൈറ്റ്. വണ്ണം നോക്കിയതിന്റെ മുഖം നോക്കിയേ. ഡിനോസർ ആണോ? എന്തെല്ലോ സംഭവം വെച്ചിട്ട് ഇങ്ങനെയല്ലോ എന്തൊക്കെയോ ആക്കിയിട്ട് ഒരു കണ്ണു മൂക്ക് അങ്ങ് കൊടുക്ക. പല്ലു മറ്റേ വംശനാശ ഭീഷണി സംഭവിച്ച ഡിനോസറിന് ഇവൻ എന്തോ ചെയ്തിട്ട് എന്തോ ആക്കിയതാണ്. എന്തോ കുതിരേന്റെ ആലോ, പശുവിന്റെ ആലോ, എന്തോ ഒരു സ്ഥലം. അതിൽ നിന്ന് എന്തോ ഒരു കയ്യ, എന്തോ ഒരു സംഭവം പുറത്തേക്ക് ഇട്ട്. അതിന്റെ തല നോക്കേ. ഇവൻ എന്തോടെ ഉണ്ടാക്കി വെച്ചിക്കേ. ഇതെല്ലാം കണ്ടേ ക്ലിപ്പ് ആകെ എത്ര സെക്കൻഡ്? 14 സെക്കൻഡ് 15 സെക്കൻഡ് അത്രേ ഉള്ളൂ. എനിക്ക് ഉറപ്പാണ് ഇത് ഉണ്ടാക്കാൻ എന്തായാലും ഒരു 10 20 30 ദിവസമെങ്കിലും എടുക്കുന്നുണ്ടാവും. കാരണം മതില്, അത് ആ ഇരുട്, നിലത്ത് മണ്ണ്, ഇതെല്ലാം ഇങ്ങനെ ഒരു ഒറിജിനാലിറ്റി വരേണ്ടിട്ട്. ഇത് നോക്കിയാ, ഇവിടെ താർപ്പായി ഉണ്ടെന്ന് മൂടിയത്. എന്നിട്ട് ആ എഴുത്തുന്ന ചെറിയ ഗ്യാപ്പിലൂടെ കൈ ഇടുന്നില്ല. ചെറിയ 2 വെളിച്ചൊക്കെ ഉണ്ട് അതിനകത്ത്, ട്യൂബ്. വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ നല്ല ടൈം എടുത്തിട്ടായിരിക്കും ഇങ്ങനത്തെ സാധനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വായി നോക്ക്, അണ്ണാക്ക് തുറക്കുന്നുണ്ടാ. ഇതെല്ലാം പുറത്തേക്ക് വന്നിട്ട് തീർന്ന് അടിമറിക്ക് ഓടിക്കോ. നാട് വിട്ട് ഇവിടെ നേടി നിൽക്കണ്ട. മൂലം കടിച്ചു വരയ്ക്കുക. വായി നോക്ക്, അണ്ണാക്ക് നോക്ക്. മനുഷ്യന്മാരെ, ഇത് മറ്റേ എഡിറ്റ് ചെയ്ത് മറ്റേ സംഭവമല്ലോ. ഇത് റിയൽ മനുഷ്യന്മാരാണല്ലോ. ഇതിലെന്തോ ദുരുദ്ദേശം ഉണ്ടല്ലോ. സംഭവം ഇത് ഉണ്ടാക്കിയ സംഭവമാണ്. പക്ഷേ ഇതില് മനുഷ്യന്മാർ ആക്ട് ചെയ്ത് അവിടെ മാത്രം എന്തോ ഒരു ചെറിയ മുത്തി ഉണ്ടാക്കി വെച്ച്.
അല്ലാണ്ട് ഇതൊന്നും ശരിക്കുള്ള സംഭവമൊന്നുമില്ല. അങ്ങനെ വിശ്വസിക്കും. കാരണം ഈ തല പൊന്തല് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് ഇത് ആരോ ഉണ്ടാക്കിയതാണ്. കാരണം ആനിമേറ്റ് ചെയ്തിട്ട് ആനിമേഷൻ പൊന്തുന്ന പോലെ തന്നെ ഉണ്ട് തല. ഇത് ഉണ്ടാക്കിയത് ആർട്ടിഫിഷ്യൽ വിശ്വസിക്കത്തില്ല. പൊക്കോ എണീച്ച് പൊക്കോ ഇങ്ങനത്തെ വീഡിയോ വേണ്ട. ബക്കറ്റിന്റെ വെള്ളം കുടിക്കുന്ന എന്തോ ഒരു ജീവി ഉണ്ട് തോന്നുന്നുണ്ട് ഇവിടെ അടുത്ത വീഡിയോ. എനിക്കതാ ജമ്പ് സ്കെയർ ഒന്നും ഉണ്ടാവില്ല. എനിക്കിപ്പോൾ വിശ്വാസമുണ്ട്. അവിടെ ഇങ്ങനെ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കാം. ഇതെന്താ സാധനം? എന്റെ മോനെ ഇത് കണ്ട എന്തൊക്കെയാ സാധനം ഇങ്ങനെയുള്ള വായിനെ ഇങ്ങനെ ആക്കി വെച്ചു കൊടുത്ത്. എന്നിട്ട് എന്തോ ഒരു ക്രീച്ചർ കൈയുണ്ട് കാലുണ്ട്. അതിന്റെ വെള്ളം കുടിക്കുന്ന എന്തോ സാധനം തോന്നുന്നുണ്ട്. അതിന്റെ വായി കണ്ട ഇങ്ങനെയല്ലേ സാധാരണ വായി കണ്ടേ? അത് തരിച്ചിട്ട് ഇങ്ങനെ ആക്കി വെച്ചത് ഇങ്ങനെ. ഞാനിത് ചുമ്മാ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ നോക്കിയാൽ കുറെ ഇങ്ങനത്തെ വരാൻ തുടങ്ങി. ഞാൻ ഏതോ ഒരു വീഡിയോക്ക് ലൈക്ക് ഇട്ടത്. അതിനുശേഷം മൊത്തം ഇങ്ങനത്തെ സാധനം. അപ്പൊ പിന്നെ വിചാരിച്ച് കുറച്ചെടുത്ത് അങ്ങ് റിയാക്ട് ചെയ്യാം. വേറെ പ്രത്യേകിച്ച് അങ്ങനെ പേടിപ്പിക്കാനൊന്നും വരുന്നില്ല. വെറുതെ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് ഒരു പ്രത്യേക തരം കുറെ ക്രീച്ചേഴ്സ് അത്ര മാത്രം. ഇതെന്താ ഒച്ചയൊക്കെ ഉണ്ട്, ആ സൗണ്ട് എഫക്റ്റ് ഒക്കെ ഉണ്ട്. ആ ഇതെന്താ എന്തൊക്കെയാ കളറില്ലേ ഇതൊക്കെയാ? അതിന്റെ എന്താന്ന് നമുക്കറിയില്ല. എന്തോ ആക്കി വെച്ചിട്ട് ലൈറ്റ് ഒക്കെ കത്തുന്നുണ്ട്. ഇതിന്റെ മോളെന്നതാ ഈ മതിൽ പോലത്തെ സംഭവം ഇല്ലേ, ഈ ആർച്ച് പോലത്തെ സാധനം. ഇതിനെന്താ പറയാൻ കാട്ടില്ല പൊരക്കത്തെ വാതില തുറക്കുമ്പോഴല്ലേ കാട്ടില പോലത്തെ എന്തല്ലോ സാധനം. എന്തെന്നാ പറയണ്ടേ എനിക്ക് അറിയില്ല. ആ സാധനത്തിന് നല്ല ഇങ്ങനെ പാർക്കിൾസ് ആയിട്ട് ലൈറ്റ് ഒക്കെ കത്തിയിട്ട് നല്ല രസമുണ്ടല്ലേ. എന്തോ ഒരു പക്ഷി പറക്കുന്ന പക്ഷി. ഇത് പറന്നു പോളി നോക്കട്ടെ. കാരണം എല്ലാ വീഡിയോ ആകെ 10 സെക്കൻഡ് അല്ലെ 15 സെക്കൻഡ് അത്രേ ഉള്ളൂ. പക്ഷെ അതിൽ മാക്സിമം എന്തൊക്കെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് കാണാൻ നല്ല രസമുണ്ട്. എന്തെല്ലോ ക്രീച്ചേഴ്സ് അങ്ങനെ കണക്കൊന്നുമില്ല. ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കി വെക്കല്ലേ. ഇങ്ങനെ ചപ്പാത്തി ഇങ്ങനെ നല്ലോണം പരത്തിയിട്ട് അതിനിങ്ങനെ പിടിച്ച് കുഴക്കത്തില്ല. അന്നേരം എന്തെങ്കിലും ആകൃതിയാവും. ആ ആകൃതിയിൽ ഒരു കണ്ണും മൂക്കും വെച്ചിട്ട് ഒരു ക്രീച്ചർ. പൂമ്പാറ്റയാണോ? പൂമ്പാറ്റ കൈയും കാലും. പൂമ്പാറ്റ ഇങ്ങനെ ട്രാൻസ്ഫോർമേഷൻ ആയിക്കാൻ ഇങ്ങനെ ഉണ്ടായിരുന്നു. ജിമ്മിനെല്ലാം പോയിട്ട് സെറ്റ് ആയി പൂമ്പാറ്റ നല്ലോണം വർക്കൗട്ട് ചെയ്ത് പ്രോട്ടീൻ പൗഡറിൽ അടിച്ചത് നോക്ക്. ഏത് പൂമ്പാറ്റ ഇത്? ഇടലാൻ പോലത്തെ ചെറുകുണ്ട്. കണ്ണിലെന്താ മുടിയിട്ടത്? ഇവന് കണ്ണുമൂക്ക് സാധാരണ വെക്കലുണ്ടെങ്കിൽ അതിന് പകരം അവന് മുടിയിട്ടത്. ഇങ്ങനെ കുറച്ച് വ്യത്യസ്തമായിട്ടൊക്കെ ചെയ്യണ്ടേ. ക്രിയേറ്റിവിറ്റിയോ പീക്ക് ലെവൽ സംഭവം എന്തായാലും നൈസാണ്. അത് കണ്ട കളർ കണ്ട ബ്ലൂ കളർ. അവിടെ മാത്രം ഒരു ബ്ലൂ ഇങ്ങനെ റെഡ് ആയിട്ട് അപ്പുറം ഇപ്പറെല്ലാം ഭയങ്കര ഡാർക്ക് ആയിട്ട് ഇപ്പുറം ചെടി അത് ഇതെല്ലാം ഉണ്ട്. പൂമ്പാറ്റന്റെ കൈന്റെ മുകളിൽ എന്തെല്ലാം എഴുതിയിട്ടെല്ലാം വെച്ചിട്ടുണ്ട്. എന്തൊക്കെയൊക്കെ ഭയങ്കര വീടായിട്ടുള്ള സാധനം. വളരെ വീടായിട്ടുള്ള സാധനങ്ങൾ. എന്നാൽ നല്ല രസമുണ്ടല്ലോ കാണാൻ. സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ പറയില്ല, ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഏതോ ഒരു വീഡിയോക്ക് ലൈക്ക് ഇട്ടത്. അതിനുശേഷം ഇങ്ങനത്തെ വീഡിയോസ് ആണ് ഫുള്ള് വരുന്നത്. ഞാൻ വിചാരിച്ച് വെറുതെ ഇങ്ങനെ കാണുന്ന സ്ഥിതിക്ക് കുറച്ചെണ്ണം ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ട് ഒപ്പന ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ. അങ്ങനെ അടുപ്പിച്ച് കുറച്ച് കിട്ടിയ ക്ലിപ്പാണ് ഗൈസ്. അപ്പോൾ ഇതുപോലത്തെ ഇങ്ങനത്തേക്ക് എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തപരമായിട്ടുള്ള എന്തെങ്കിലും കണ്ടന്റ് കാര്യങ്ങളിൽ ഉണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിലേക്ക് എനിക്ക് അയച്ചാൽ ഞാൻ ഇങ്ങനെ ഉറപ്പായിട്ട് അത് കാണുന്നതായിരിക്കും. ഞാൻ കാണുന്നുണ്ട്, ഓരോ ആൾക്കാർ അയക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഞാൻ അതിങ്ങനെ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. ആവശ്യമുള്ള സാധനം എടുത്ത് ഞാൻ റിയാക്ട് ചെയ്യുന്നുണ്ട്. റിയാക്ട് ചെയ്യാൻ പറ്റിയ കണ്ടന്റ് കാര്യങ്ങളൊക്കെ ഞാൻ മാക്സിമം അത് കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നും ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിയേർഡായിട്ട് വളരെയധികം വ്യത്യസ്തപരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞുതരാം. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് അയച്ചുതരാം. അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ആണ് കിട്ടികളെ ഞാൻ മാക്സിമം റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ പിന്നെ അടുത്ത വീഡിയോ കാണാം. ഓക്കെ ബൈ.